നമസ്കാരം. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഒരാംഗ്യപ്പാട്ടാണ്. എൻ്റെ ആംഗ്യപ്പാട്ടിൻ്റെ പേരാണ് നെയ്യപ്പക്കൊതി. നെയ്യപ്പം എന്ന് കേട്ടാൽ ആർക്കാണ് കൊതി വരാത്തത്? അല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ നെയ്യപ്പം. നെയ്യപ്പക്കൊതി മൂത്ത അപ്പൂപ്പനും അമ്മൂമ്മക്കും ഒടുവിൽ എന്താ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കിയാലോ. കൊച്ചുപുരക്കലെ അപ്പൂപ്പൻ, പിച്ചക്കാരനായ അപ്പൂപ്പൻ, പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടിയിരുന്നാഴി. പച്ചരിയും കണ്ടപ്പൂപ്പൻ കൊച്ചുപുരക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മക്കൊരു കൊതി തോന്നി, ഈ അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചൂടു പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയടാ ഹയ്യ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുപൂറിടും നെയ്യപ്പം, മധുര ശർക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലെ ആശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് പറഞ്ഞു പിന്നെ കയ്യിലൊരു കേജങ്കപ്പൻ. എമ്പടിയല്ലേ കൊതിത്തി കുമ്പകുലിക്ക് തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം. വാശി പിടിച്ചു അപ്പൂപ്പൻ. തീപ്പൊന്നത് ഞാനല്ലേ, അപ്പം ചിട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു പോയി അമ്മൂമ്മ. വാശി മുറുക്കിട്ടടിപിടിയെ അമ്മൂമ്മക്കൊരു കടി കിട്ടി, അപ്പൂപ്പനൊരു തൊഴി കിട്ടി. അടിച്ചും പുഷും കൊണ്ടപ്പോൾ ഇടിപിടി മൂത്തപ്പോൾ നല്ലൊരു വഴി കണ്ടെത്തി വില്ലൻ അപ്പൂപ്പൻ. ആദ്യം മിണ്ടിയ കൊച്ചപ്പം, മറ്റേയാൾക്ക് രണ്ടപ്പം. അമ്മൂമ്മക്കത് സമ്മതമായി. അങ്ങനെ തർക്കം ഗണ്യതയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവാരാന്തയിൽ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നുള്ളിലടുക്കളയിൽ തടുമുറ എന്നൊരൊച്ച കേട്ടു. മ്യാവ് മ്യാവ് വിളി കേട്ടു. അയ്യോ, പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യേ, വണ്ടി തോറ്റല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ടമാറുന്നു കിടപ്പുണ്ട്. കുട്ടയൊഴിഞ്ഞു കിടപ്പുണ്ട്. ഒഴിഞ്ഞ കൊട്ടയെ നോക്കിയിട്ട് വയറും തടവിട്ട് നല്ല നടന്നു രണ്ടാളും കിടപ്പാനായി. പാപം അപ്പൂപ്പനും അമ്മൂമ്മയും. വഴക്കിട്ടത് കൊണ്ടല്ലേ അവർക്ക് ഇങ്ങനെ സംഭവിച്ചത്. വഴക്കൊന്നിനും ഒരു പരിഹാരമല്ല, അത് നാശത്തിലേക്കേ നയിക്കൂ. നന്ദി, നമസ്കാരം.